നിനക്കറിയോ ഞാൻ വെള്ളയിട്ട് നടക്കുന്ന മാലാഖിയൊന്നല്ല. ബാംഗ്ലൂർ ഷൂട്ടിംഗ് അക്കാഡമിയിലെ ഏറ്റവും നല്ല വെടിവെപ്പുകാരനുള്ള ഗോൾഡ് മെഡൽ നേടിയവൻ. നീ എങ്ങനെ ഓടിയാലും നിന്റെ തല ഞാൻ വെടിവെച്ചിടും. ഇനി അതൊന്നും വേണ്ടെങ്കിൽ നിന്റെ കയ്യിലുള്ള എല്ലാ മാരകായുധങ്ങളും വെച്ച് കീഴടങ്ങിക്കൊള്ളണം. ഞാൻ 1 മുതൽ 10 വരെ എണ്ണുന്നതിനുള്ളിൽ 1, 2, 3. ഈ നേരത്താണ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്. ഫാസ്റ്റ്. 4, 5, 6, 7, 8, 9, 10. 11. ഏറ്റവും വലിയ വെടിവെപ്പുകാരൻ. പന്നി താനാരോ? താനാരോ? God bless you. God bless you. What do you mean? എന്റെ പേര് തുമ്മളവാ. Sorry. ചോദിക്ക്. താനാരോ? തുമ്മളോ കാശുകളോ? അത് വന്നില്ല, പോയി. ആരും ഒന്നില്ല, ഒന്ന് പോയി. ആരോട് നീ എന്റെ മേലാക്ക തുമ്പി വെച്ച? അത് ഞാൻ വെള്ളത്തിൽ നനഞ്ഞിട്ട് എനിക്ക് പനി പിടിച്ചു സാറേ. ഒരു സെക്കൻഡ് വെയിറ്റ്, ഞാൻ തോർത്ത് കൊണ്ടുവരാം. വെയിറ്റ്. സാറേ ഈ തണുത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാലേ തണുത്ത വെള്ളത്തിൽ വീണോ? പറഞ്ഞു തണുത്ത വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എനിക്ക് പനി പെട്ടെന്ന് വരും. അത് കുഞ്ഞുനാൾ പോലെ അങ്ങനെയാണ്. നീ എന്തിനും തണുത്ത വെള്ളത്തിൽ വീഴാൻ എന്റെ വീട്ടിലേക്ക് വന്നേ? അതിന്റെ പിന്നെ താങ്ക് യു മാഡം. കുറച്ച് രാസനാഥി പൊടി കൂടി തലേ തേക്കാൻ, പനിയൊന്നും വരാതിരിക്കാൻ. സോറി പാവല്ലേ. നിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവിടെ? ആരുമില്ല. നീ മാത്രമേ ഉള്ളൂ. നിന്റെ കയ്യിൽ വേറെ വല്ല ആയുധങ്ങളുണ്ടാ? ബോംബ് മറ്റു അവിടെ വെച്ചിട്ടുണ്ടാ? ഇല്ല, ഒന്നും ആയുധങ്ങൾ വല്ലതും ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ സാർ. ഇതെന്താ? ഇത് ഏതുതരം ലോക്കും വെക്കാൻ പറ്റും സാർ. Oh my God, this is very dangerous. അതെ, ഹാറ്റ്സ് ഓഫ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇവിടെ ഒരു കള്ളനുണ്ടെന്ന്? That sixth sense. ഞാൻ വന്നപ്പോ തന്നെ പറഞ്ഞില്ലേ ഇതിനകത്ത് വേറെ ആളുണ്ടെന്ന്. How are you so smart, huh? That's my smartness, babe. Oh, I cannot tell you. You're so intelligent and I feel so impressed right now. I'm very much intelligent, baby. That's why I became the MLA of the streets. I will take you to the highlands of... അല്ല സാർ, ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ സാർ? അതുകൊണ്ട് ഞാൻ പോയത്. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പാവണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ്. നീ സ്വർഗത്തിലെ കട്ടുറുമ്പാവണം. ആ കട്ടുറുമ്പിനെ പിടിച്ച് കാലുകൾ ഒടിച്ച് തീപ്പട്ടിക്കൂടിലിട്ട് കിരി അടിച്ച് കൊല്ലലാണ് എന്റെ വിനോദം. മനസ്സിലായ? തീപ്പട്ടിയിലിട്ട് കൊല്ലാൻ മീൻസ് I gonna burn him up. അയ്യോ, It's a proverb, baby. It's a game actually. ആണോ? കുട്ടിക്കാലത്ത് കട്ടുറുമ്പിനെ കിട്ടുമ്പോ കാലി തീപ്പട്ടിക്കൂട്ടിനുള്ളിലിട്ട് അതിനെ അടുപ്പിച്ചു കൊള്ളലാണ് എന്റെ വിനോദം. Such a cruel game അല്ലേ? Politics is a cruel game, baby. സാറ്, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് സാർ. അതിന് ഞാൻ ഉത്തരവാദിയല്ല. വൈഫ് പ്രഗ്നന്റ് ആണോ? അതെ മാഡം.
That's nice. Right, Adarsh? വാട്ട് നൈസ്. What? നിന്റെ വീട്ടുകാരെന്തിനാ എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുന്നേ? ഞാൻ പരിചയപ്പെട്ട അടുപ്പത്തിലാവുന്നവരോട് വളരെ തുറന്ന് സംസാരിക്കാൻ മടിയില്ലാത്ത ഒരാളാണ് സാർ. ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. നീ സാർ, ഞാൻ എന്റെ ഒരു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. എന്റെ വൈഫും പ്രത്യേക ഒരു ടൈപ്പാണ്. എന്നെ കണ്ടില്ലെങ്കിൽ അഡ്രസ് പിടിച്ച് അവൾ ഇങ്ങോട്ട് വരും കേട്ടാ. പണിക്ക് പോണം, അല്ല കക്ക പോണ വീട്ടിലെ അഡ്രസ് പോകണം. ആരെങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കണം സ്വന്തം. ഫോൺ നമ്പർ ഞാൻ കൊടുത്തല്ല, അവള് ടെലിഫോൺ ഡയറക്ടറിന്ന് എടുത്താണ്. പക്ഷെ അഡ്രസ് ഞാൻ കൊടുത്താണ്. കാരണം ഞങ്ങള് എല്ലാം തുറന്ന് സംസാരിക്കണ ഒരു ഭാര്യ ഭർത്താവുമാണ്. Really? Actually, that's a good quality. അല്ലേ? താങ്ക്സ്. Good quality for people like you. For husbands, that not much good quality. Listen, Adi. Actually, married ലൈഫിലെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാത്തതാ സൊസൈറ്റിയുടെ പ്രശ്നം. മാഡം, ഞാൻ വൈഫിനെ ഒന്ന് വിളിച്ചോട്ടെ. ഒന്ന് പറഞ്ഞു ഇവിടുത്തെ ഫോണിലോ? ആദി, let him call. Let him call. Wife pregnant അല്ലേ? You call. You call. പെട്ടെന്ന്. Come. ഏയ്. ഹലോ. ഹലോ ചേട്ടാ, എന്താ പറ്റേ? നിന്നോട് ഞാൻ വിളിക്കരുതെന്ന് പറഞ്ഞല്ലേ, എന്നെ ഇവിടെ പിടിച്ച്. അയ്യോ, അപ്പൊ നേരത്തെ ഫോൺ എടുത്ത ആരാ? അത് ആദർശ് സാറ്. അല്ല, അപ്പൊ പുള്ളി ഡൽഹിക്ക് പോയിന്നല്ലേ പറഞ്ഞേ? അങ്ങേര് പോയില്ല. ഞാനത് എങ്ങനെ അറിയും? ഞാൻ വിചാരിച്ചു നിങ്ങളാണെന്ന്. എന്റെ സൗണ്ട് കേട്ട് നിനക്ക് അറിയാൻ പാടില്ല. കള്ളന്മാരെങ്ങനെ വിശ്വസിക്കും? നിങ്ങൾ ശബ്ദം മാറ്റി എന്നെ പറ്റിച്ചതാന്ന് വിചാരിച്ചു. അല്ല, അപ്പൊ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടതോ? അതാരായിരുന്നു? അത് ആദർശ് സാറിന്റെ ഭാര്യയാണോ? ഭാര്യയുടെ അനിയത്തിയുടെ അല്ല, ഭാര്യ അല്ല, ഫ്രണ്ട്. അപ്പൊ ആദർശ് സാറിന്റെ ഭാര്യ? ആ, അപ്പൊ സാറിന്റെ ഭാര്യ അവരിവിടെ ഇല്ല. ഭാര്യ അതപ്പോ വേറെ പെണ്ണിന്റെ കൂടെ രാത്രി വരുന്ന ആളുടെ കൂടെയാണോ കൂട്ട്? നിങ്ങളെ കൂടി ചീത്ത വേണ്ട, വേഗം പോര്. അത് ഞാനിവിടെ കൂട്ടുപിടിക്കണല്ലേ, എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ് വരാം. നീ ഫോൺ വെച്ച പൊന്നെ. അവര് വിടുവോ? ഞാൻ വരണോ? ഞാൻ വേണമെങ്കിൽ വന്ന് സംസാരിക്കാം. വിടില്ല. അല്ല വേണ്ട, ഞാൻ വന്നോളാം. നീ ഫോൺ വെച്ചോ. എന്നൊരു ഉമ്മ തന്നിട്ട് വെച്ചോ. ലവ് യു. ഉമ്മ ലവ് യു. Wow. How sweet. വൈഫിന് എത്ര മാസമായി? ഇപ്പൊ 9 മാസമായി. അടുത്ത ആഴ്ച ഡേറ്റ് ആണ്. നല്ല ടെൻഷൻ ഉണ്ടാവുമല്ലേ? But I am more than sweeter. ആദർശ് തമാശകളോ? ഭാര്യയ്ക്ക് 9 മാസം എന്ന് പറഞ്ഞാ ഇപ്പൊ പ്രസവിക്കും അല്ലേ? അതിനു മുന്നേ പോലീസ് നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. MLA വീട്ടിൽ കയറി ഭവന വേദനത്തിന്, മനസ്സിലായ? പിന്നെ കൊച്ചിന് 10 വയസ്സാവുമ്പോഴാവുമാരത്തിന്റെ വിടുക. എന്ത് കാര്യം? അങ്ങനെയല്ല സാറേ, പോലീസ് നമ്മളെ പിടിച്ചാ 24 മണിക്കൂർ നമ്മളവിടെ കസ്റ്റഡിയിൽ വെക്കും. ഞാൻ കൊള്ളാവുന്ന ആണെങ്കിൽ നല്ല ഇടി കിട്ടും. പക്ഷെ ഞാൻ അതിനു മുമ്പ് ഒരു കേസ് കയറി അങ്ങടെ വെക്കും. അപ്പൊ നമ്മളൊരു 14 ദിവസത്തേക്ക് അവർ റിമാൻഡ് ചെയ്യും. പിന്നെ വിചാരണ ചെയ്യുമ്പോ IPC 379 വകുപ്പ് പ്രകാരം 3 വർഷം അകത്ത് കിടക്കേണ്ടി വരും. പക്ഷെ 10 കൊല്ലമൊന്നും ഇല്ലട്ടാ. 10 കൊല്ലമൊന്നുമില്ല. പുള്ളിക്ക് എല്ലാ നിയമം അറിയാലോ. പഠിച്ച കളറല്ലേ? പക്ഷെ ആദ്യമായിട്ടാണ് സാറേ എന്റെ പ്ലാൻ തെറ്റുന്നു. ഡൽഹിയിൽ പോയ സാർ രാത്രി അവിഹിതത്തിന് ഇവിടെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണല്ലോ. അവിഹിതം? What do you mean അവിഹിതം? How dare you? I'll kick your face, okay? How can you say it's avihidam? Huh? We are just friends. Adarsh, tell him. Is this avihidam? Cool baby. He's outspoken. സൗഹൃദം, അതിന്റെ പവിത്രതയെ അത് ചോദ്യം ചെയ്ത്. സോറി സാർ. അടിക്കണ്ടായിരുന്നു പാവം. പാവം, നീ എന്തൊക്കെയാണ് വേറെ എവിടെ നിന്ന് മോഷണം? പറ. കുറച്ച് പൈസ എടുത്തു സാർ. കുറച്ച് പൈസ?